കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുവാനായിട്ട് ലഭിച്ചിരിക്കുന്ന അവസരത്തിനായി ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. അതോടൊപ്പം തന്നെ ഇത് ശ്രദ്ധിക്കുന്നതിൽ നിങ്ങളോടുള്ള സ്നേഹം നന്ദി അറിയിക്കട്ടെ. ഇത്തരണത്തിൽ ദൈവത്തിൻ്റെ വചനം ലോകമെമ്പാടും ഇരുന്നുകൊണ്ട് എൻ്റെ ഈ ശബ്ദത്തിലൂടെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനായി വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇതുമൂലം അനുഗ്രഹിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ രണ്ട് പക്ഷമില്ല. ദൈവം നിങ്ങളെ ഈ ശബ്ദം കേൾപ്പിക്കുന്നതിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുവാനായി വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന് ഈ നിമിഷങ്ങളായിരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു പ്രത്യേകത, അത് ആഗ്രഹിക്കും തോറും അതിനെ വാഞ്ചിക്കും തോറും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കൂടുതൽ സത്യത്തിലേക്ക് നമ്മളെ വഴി നടത്തും. ആത്മീയമായ അനുഗ്രഹങ്ങൾ ഈ നാളുകളിൽ കൂടുതൽ അനുഭവിച്ചറിയുവാൻ പ്രാപിച്ചെടുക്കുവാൻ ഈ ദൈവവചന കേൾവി ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ചില നാളുകളായിട്ട് ശ്രദ്ധിച്ചു വരുന്ന വിഷയം ദൈവസഭ എന്നുള്ള വിഷയമാണ്. ആ ദൈവസഭ എന്നുള്ള വിഷയത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അപ്രകാരം നമ്മൾ ചിന്തിച്ചപ്പോൾ 6 ഉപമകൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞു. 6ാമത്തെ ഉപമയിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു, ദൈവം ഒരു നല്ല വിലയേറിയ മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയായി നമ്മളെ കാണുകയുണ്ടായി. ആ വ്യാപാരി മുത്ത് അന്വേഷിച്ചു വരുന്നതായിട്ട് നമ്മളെ ചിന്തിക്കുകയുണ്ടായി. ഇന്നും നമ്മെ ഓരോരുത്തരെയും ദൈവം അന്വേഷിച്ചു വരുന്നു. ഏദനിൽ തുടങ്ങിയ അന്വേഷണമാണ് മനുഷ്യനെ ദൈവം അന്വേഷിക്കുന്ന ഒരു പ്രക്രിയ. ലോകമെമ്പാടുമുള്ള എല്ലാ ആളുകളും നിത്യതയിൽ കാണണം, ദൈവത്തോടു കൂടെ ആയിരിക്കണം എന്നുള്ള ഒരു കാര്യം ദൈവത്തിന് ആഗ്രഹമുള്ളത് കൊണ്ട് ദൈവം നമ്മളെ ആ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നു. ആദാം പാപം ചെയ്തപ്പോൾ സാത്താൻ പാപം ചെയ്തപ്പോൾ അവന് തള്ളിക്കളഞ്ഞതുപോലെ അവനും അവൻ്റെ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും അഗ്നിനരകം ഒരുക്കിയതുപോലെ മനുഷ്യന് വേണമെങ്കിൽ ദൈവം അഗ്നി നരകമൊരുക്കാമായിരുന്നു. എന്നാൽ പാപത്തിൽ വീണുപോയ മനുഷ്യന് വേണ്ടി ദൈവം അവനെ അന്വേഷിച്ച് ചെല്ലുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നമ്മളിവിടെ ദൈവസഭയെ ആകുന്ന ആ വിലയേറിയ മുത്തിനെ അന്വേഷിച്ചുകൊണ്ട് ഹി വാസ് ലുക്കിംഗ് ഫോർ ഫൈൻ പേൾസ് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അവന് അന്വേഷിച്ച് വരുന്ന ഒരു വ്യാപാരിയാണ്. നാം ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ധാരാളം ആളുകളെ ദൈവം അന്വേഷിച്ച് ചെല്ലുന്നു. വിഗ്രഹാരാധിയായിരുന്ന ഒരു തേരഹിൻ്റെ മകനായി ജീവിച്ച അബ്രഹാം നദിക്കക്കരെ വെച്ച് അഥവാ ബാബിലോണിൽ വെച്ച് ഒരു വിഗ്രഹാരാധനയുള്ള ഭവനത്തിൽ ജീവിച്ചു വരവെയാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത്. അബ്രഹാമിനെ വിളിക്കുമ്പോൾ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി എന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൽ വായിക്കാൻ കഴിയുന്നു. തേജോമയനായ ദൈവം പ്രത്യക്ഷനായി. എന്താണ് കാരണം? ഒട്ടും വെളിച്ചമില്ലാത്ത ഇരുള് മൂടിക്കിടക്കുന്ന ആ സ്ഥലത്തേക്ക് വെളിച്ചങ്ങളുടെ ഉടയവനായ തേജോമയനായ ദൈവം അബ്രഹാമിനെ അന്വേഷിച്ച് ചെല്ലുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന ഇരുട്ടിലേക്ക്, രോഗാവസ്ഥയിലേക്ക്, ക്ഷീണാവസ്ഥയിലേക്ക്, ക്ലേശിക്കുന്ന അനുഭവത്തിലേക്ക്, നമ്മളായിരിക്കുന്ന ആ ഇരുളിൻ്റെ അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ തേടി വരുന്നു. കാരണം ദൈവത്തിന് നമ്മളെ വിലയേറിയ മുത്തുകളാണ്. അതുകൊണ്ട് തന്നെ ദൈവം നമ്മളെ ഓരോരുത്തരെയും അന്വേഷിച്ചു വരുന്നു എന്നുള്ളതൊരു വലിയ ആശ്വാസ സന്തോഷം തരുന്ന വസ്തുതയാണ്. നമുക്ക് അബ്രഹാമിൻ്റെ കാര്യം എടുക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ അന്വേഷിച്ച് കണ്ടെത്തുകയായിരുന്നു. മാത്രമല്ല നമ്മൾ ദാവീദിൻ്റെ കാര്യം എടുക്കുമ്പോഴും ദാവീദിനെ ദൈവം അന്വേഷിച്ച് ചെല്ലുകയായിരുന്നു. നമുക്ക് അവൻ്റെ ഭവനത്തിലെ അപ്പനും അമ്മയും മറന്നുപോയി, സഹോദരങ്ങളൊക്കെ മറന്നുപോയി. എന്നാൽ ദൈവം അവനെ എവിടെ വെച്ചാണ് കണ്ടെത്തിയത് എന്ന സങ്കീർത്തനക്കാരനായ ദാവീദ് തന്നെ പാടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ സങ്കീർത്തന ഭാഗങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്ന ഒരു വസ്തുത, ദൈവം അവനെ ആടുകളെ മേയിക്കുന്ന അല്ലെങ്കിൽ ആടുകളെ നോക്കുന്ന സ്ഥലത്ത് നിന്ന് അവനെ കണ്ടെത്തിയെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവനെ വിലയില്ലാത്തവരായി അവൻ്റെ വീട്ടിലുള്ള എല്ലാവരും കാണുമ്പോൾ, നാട്ടുകാരെല്ലാവരും അവനെ ഒരു കേവലം ആട്ടിടയനായി കാണുമ്പോൾ ദൈവം അവനെ ഒരു രാജാവായിട്ട് കാണുകയാണ്. ദൈവം അവനെ വിലയുള്ളവനായി കാണുകയാണ്. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല ആളുകളും നമ്മളെ പുറകോട്ട് തള്ളി നീക്കി നമ്മളെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ ദൈവം നിങ്ങളെ വിലയുള്ള
വിലയുള്ളവരായി കാണുന്നു. ദൈവം നിങ്ങളെ വിലയുള്ളവളായി കാണുന്നു. അതുകൊണ്ട് ഈ നാളുകൾ നിങ്ങൾക്ക് അകത്ത ബോധ്യം ഉണ്ടായിരിക്കണം. ആരെല്ലാം എന്നെ പുറകോട്ട് കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയാലും, ബന്ധുക്കളും ചാർച്ചക്കാരും എല്ലാവരും വിട്ടുകളഞ്ഞാലും, നമ്മളെ കൈവിടാത്ത വിലയേറിയവരായി കാണുന്ന ഒരു നല്ല ദൈവം ജീവിക്കുന്നു. നാം ദൈവവചനം പരിശോധിക്കുമ്പോൾ ശൗലിന്റെ കാര്യം എടുത്താലും മോശയുടെ കാര്യം എടുത്താലും എല്ലാം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു, അവരെയൊക്കെ ദൈവം, ആ വിലയേറിയ മുത്തുകളെ ദൈവം അന്വേഷിച്ച് ചെല്ലുകയായിരുന്നു. നമുക്ക് അബ്രഹാമിന്റെ കാര്യം വായിക്കുമ്പോൾ ഇത്രയും വിശ്വാസത്തിൽ ധീരനായ ഒരു മനുഷ്യൻ ലോകത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. അത്രമാത്രം വിശ്വാസ വീരനായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ദാവീദിനെ കാണുമ്പോഴും ഇങ്ങനെയുള്ള അഭിഷിക്തനായ ഒരു ദൈവദാസനെ നമുക്ക് മറ്റെങ്ങും കണ്ടെത്താനായി കഴിയില്ല. ദൈവം അതുപോലെ തന്നെ തിരഞ്ഞെടുത്ത മോശയെ പോലെ അതിസൗമ്യനായ ഒരു പ്രവാചകനായി ദൈവം തിരഞ്ഞെടുത്തതായ ദൈവദാസനെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയും. ഇപ്രകാരം നമ്മൾ ഓരോ ആളുകളെയും ശ്രദ്ധിക്കുമ്പോൾ അവരെ എല്ലാവരെയും കർത്താവ് അന്വേഷിച്ച് ചെന്ന് അവരെയൊക്കെ കണ്ടെത്തുകയാണ് ഉണ്ടായത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മാത്രമല്ല, വീണ്ടും നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ ഗിദെയോനെ ദൈവം അന്വേഷിച്ച് ചെല്ലുന്നതായിട്ട് കാണുവാൻ കഴിയും. അവൻ ദൈവത്തിന് വിലയേറിയവനായിരുന്നത് കൊണ്ട് ധാരാളം യുദ്ധങ്ങൾ നടത്തി തൻ്റെ ജനത്തെ അത്ഭുതകരമായി രക്ഷിച്ച് വിടുവിച്ച് മുമ്പോട്ട് കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം ഗിദെയോനെ അന്വേഷിച്ച് ചെല്ലുകയാണ്. ഗിദെയോനൊരു യോഗ്യനല്ലായിരുന്നു. അവന് ഒരു ചക്കിന്റെ അരികിൽ ഇതാ ഗോതമ്പുകൾ മെതിച്ചും കൊണ്ട് പരാക്രമശാലിയായിട്ട് ദൈവം അവനുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ ദൈവം അവനെ പരാക്രമശാലിയെ എന്നാണ് വിളിക്കുന്നത്. നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകും, ദൈവം അവനെ പേടിച്ചിരുന്ന ഒളിഞ്ഞിരുന്ന സ്ഥലത്ത് നിന്ന് അന്വേഷിച്ച് ചെല്ലുകയായിരുന്നു. നാം ദൈവവചനം പരിശോധിക്കുമ്പോൾ പുതിയ നിയമത്തിലുടനീളം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുവാൻ കഴിയും. പത്രോസിന്റെ കാര്യം എടുത്താൽ അവന്റെ വീട്ടിലേക്ക് ദൈവഭക്തന്റെ പുത്രൻ അന്വേഷിച്ച് ചെല്ലുകയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരുപക്ഷെ അമ്മായിയമ്മ മാത്രമേ അല്ലെങ്കിൽ അവന്റെ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു സമയത്ത് പത്രോസിനെ കാണാതിരിക്കുമ്പോൾ ഗന്നസരത്ത് തടാകത്തിന്റെ കരയിലേക്ക് കർത്താവ് ചെല്ലുന്നു. കർത്താവ് ചെല്ലുമ്പോൾ അവനെ അവിടെ വെച്ച് മനുഷ്യരെ പിടിക്കുന്ന ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം ആ വിലയേറിയ മുത്തിനെ എടുക്കുന്നത് കാണുവാൻ കഴിയും. ഓരോ ആളുകളെയും ശ്രദ്ധിച്ചാൽ ദൈവം നഥനയേലിനെ എങ്ങനെയാണ് വിളിച്ചതെന്ന് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ഫിലിപ്പോസിനെ ദൈവം എങ്ങനെയാണ് വിളിച്ചതെന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികളെ എല്ലാം ദൈവം വിലയേറിയവരായി കാണുന്നത് കൊണ്ടാണ് അവരെയൊക്കെ ചെന്ന് കണ്ടെത്താൻ ഇടയായി തീർന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവം നിങ്ങളെ ഏറ്റവും വിലമതിക്കുന്നവരായി ദൈവം കാണുന്നു. ഏറ്റവും അധികം വിലയുള്ളവരായി ദൈവം കാണുന്നു. ദൈവത്തിന് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ഒന്നുമല്ല ദൈവത്തിന്റെ വിഷയം. ദൈവം നിങ്ങളെ കാണുന്നത് അവന്റെ സൃഷ്ടികളിൽ മകുടമായിട്ട് നിങ്ങളെ കാണുകയാണ്. ദൈവം എത്ര ഭയങ്കരവും അതിശയവുമായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ യുണീക്കാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നമ്മുടെ കയ്യിലെ തമ്പ് ഇംപ്രഷൻ അത് നോക്കുമ്പോൾ ലോകത്തിലെ വേറെ ആർക്കും അങ്ങനെ ഒരു തമ്പ് ഇംപ്രഷൻ ഇല്ല. നമ്മുടെ കണ്ണുകൾ ശ്രദ്ധിക്കുമ്പോൾ ലോകത്തിലെ വേറെ ഒറ്റ വ്യക്തികൾക്കും ഇല്ലാത്ത രണ്ട് കണ്ണുകൾ, അതിന്റെ ഘടന ദൈവം നിങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്നു. അതിൽ നമ്മൾ ഓർക്കേണ്ടത്, ദൈവം നമ്മളെ അന്വേഷിച്ച് വിലയുള്ളവരായതുകൊണ്ട് നമ്മളെ ആ വിലയേറിയ മുത്തായി നല്ല വ്യാപാരിയാകുന്ന കർത്താവ് അന്വേഷിക്കുന്നത് കാണുവാൻ കഴിയും. നമുക്കറിയാം, ലോകത്തിൽ വളരെ പ്രസിദ്ധനായ കർത്താവിന്റെ വിലയേറിയ ദാസൻ D.L. മൂഡിയെ കുറിച്ച് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഒരു വസ്തുതയുണ്ട്. അദ്ദേഹം ഒരു സാധാരണ ചെരുപ്പ് കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ സൺഡേ സ്കൂൾ അധ്യാപകൻ അദ്ദേഹത്തെ ആ കടയിൽ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ആത്മഭാരം ഉണ്ടായിരുന്നത് കൊണ്ട് തൻ്റെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും രക്ഷിക്കപ്പെട്ടിരിക്കണമെന്ന് അദ്ദേഹത്തിന് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു ദിവസം ഈ D.L. മൂഡി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രക്ഷിക്കപ്പെട്ടവനല്ല എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തെ ഭരിച്ചിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി നിരന്തരമായി താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അല്പസമയം കിട്ടിയപ്പോൾ അദ്ദേഹം D.L. മൂഡി നിൽക്കുന്ന ആ കടയിലേക്ക് ചെന്നു എന്നാണ് ചരിത്രം. അദ്ദേഹം അവിടേക്ക് ചെന്ന്, നിനക്കൊരല്പസമയം എന്നെ കേൾക്കുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ച് അവിടേക്ക് കൊണ്ടുപോയി ഒരു പ്രത്യേക സ്ഥലത്ത് കസ്റ്റമേഴ്സ് ആരും ഇല്ലാതിരുന്ന സമയത്ത് ആ ചെരുപ്പ് കടയിൽ വെച്ച് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മൂഡിയോട് പറയുവാനിടയായിത്തീർന്നു. നിങ്ങൾക്ക് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, ആ ഭാഗത്ത് അദ്ദേഹം ചില നിമിഷങ്ങൾ ആ
സൺഡേ സ്കൂൾ അധ്യാപകന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു. അന്ന് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു. D.L. മൂഡിയുടെ ചരിത്രത്തിൽ അദ്ദേഹം പിന്നീട് പറയുകയുണ്ടായി, ധാരാളം പ്രാവശ്യം ദൈവം എന്നെ അന്വേഷിച്ചു വന്നു, അവസാനം എൻ്റെ കടയിൽ വെച്ച് ദൈവം എന്നെ കണ്ടെത്തുവാനിടയായി തീർന്നു. അദ്ദേഹത്തിന് ലോകത്തിൽ അതിന് ശേഷം എത്രയോ വലിയ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്ന ഒരു ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു മുത്തായി ദൈവസഭയ്ക്ക് ദൈവം അനുഗ്രഹിച്ച ദാനമായിട്ട് നൽകുകയുണ്ടായി. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മളെ ഏറ്റവും വിലയേറിയവരായി കാണുകയാണ്. അതുകൊണ്ട് ശമരിയക്കാരത്തെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വിലയില്ലാത്തവരായി എല്ലാവരും കാണുമ്പോൾ, അവളൊരു അന്യജാതിക്കാരിയായ യഹൂദന്മാർ കാണുമ്പോൾ, ശിഷ്യന്മാർ എല്ലാവരും അവളെ വിലമതിക്കാതിരിക്കുമ്പോൾ, ദൈവത്തിന്റെ പുത്രൻ അവളെ വിലയേറിയവളായി കാണുകയാണ്. ശമരിയക്കാരത്തെ സ്ത്രീയെ ആരും അംഗീകരിക്കാത്ത സമയത്ത് ദൈവത്തിന്റെ പുത്രൻ അവളെ നട്ടുച്ച നേരത്ത് ഇതാ ആ വെള്ളം കോരുവാനായി വരുന്ന ആ സ്ത്രീയെ കർത്താവ് വിലയുള്ളവളായി കാണുകയും അവളെ അന്വേഷിച്ച് എന്ന് അവളെ കണ്ടെത്തുകയും ചെയ്യുന്നത് കാണുവാൻ കഴിയും. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു വന്നത്, ദൈവം അന്വേഷിച്ചു വരികയാണ്. യേശുക്രിസ്തു അന്വേഷിക്കുന്ന നല്ല ഒരു വ്യാപാരിയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മാത്രമല്ല, അടുത്തായിട്ട് നമുക്ക് വീണ്ടും കാണാനായിട്ട് കഴിയുന്നത്, ആ ഗദരദേശത്തെ ഭൂതഗ്രസ്തനായ മനുഷ്യന്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കല്ലറകളിൽ കിടക്കുന്നവൻ, കല്ലറകളിൽ വസിക്കുന്നവൻ, അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കയ്യിലോ കാലിലോ ചങ്ങലയിട്ട് ബന്ധിച്ചാൽ അതെല്ലാം ഉരുമി ഒടിക്കത്തക്കവണ്ണം വൈശാചികമായ ദുഷ്ടശക്തികൾ അദ്ദേഹത്തിന്മേൽ വ്യാപരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ആരെങ്കിലും അന്വേഷിച്ചു പോകുമോ? കല്ലറകളിൽ താമസിക്കുന്ന മനുഷ്യൻ, സുബോധമില്ലാത്ത മനുഷ്യൻ, തന്നെത്താൻ കല്ലെടുത്ത് ചതയ്ക്കുന്ന മനുഷ്യൻ, തന്നെത്താൻ ഇരുമ്പ് ചങ്ങലകളൊക്കെ പൊട്ടിക്കുന്ന മനുഷ്യൻ, ഇങ്ങനെയുള്ള മനുഷ്യനെ ആരെങ്കിലും അന്വേഷിച്ച് ചെല്ലുമോ? നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ആ തീരത്ത് കർത്താവിൻ്റെ പ്രസംഗം കേൾക്കുവാൻ തിക്കിത്തിരക്കിയിരിക്കുമ്പോൾ കർത്താവ് ഒരു പടകിൽ കയറി ശിഷ്യന്മാരുമായി അക്കരയിലേക്ക് പോകുന്നു. അങ്ങനെ പോകുമ്പോൾ ആരും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. എന്നാൽ കർത്താവിന് ഒരു കാര്യം അറിയാമായിരുന്നു, ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് അവനെ അന്വേഷിച്ച് ചെല്ലുവാൻ നല്ല വ്യാപാരിയാകുന്ന അവൻ എനിക്ക് ആ മുത്തിനെ വേണം എന്ന് കർത്താവിന് അറിയാമായിരുന്നു. ചില ദിവസങ്ങൾക്കുള്ളിൽ അവൻ ആ ദേശം മുഴുവൻ നേടുന്നതായിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. നമുക്കിവിടെ ശ്രദ്ധേയമായ കാര്യം, കർത്താവ് അന്വേഷിച്ച് ചെല്ലുന്ന ഒരു നല്ല ദൈവമാണ് വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളെയും ദൈവം അന്വേഷിക്കുന്നുണ്ട്. ദൈവത്തിന് നിങ്ങളെ വേണം. ദൈവത്തിന് നിങ്ങളെ വിലയേറിയ മുത്തായി ദൈവം കരുതുന്നു. ദൈവത്തിന് നിങ്ങളുടെ സൗന്ദര്യം വിഷയമല്ല, ദൈവത്തിന് നിങ്ങളുടെ വിദ്യാഭ്യാസം ഒട്ടും വിഷയമല്ല, ദൈവത്തിന് നിങ്ങളുടെ കുടുംബശ്രേഷ്ഠത ഒട്ടും വിഷയമല്ല. ദൈവത്തിന് നിങ്ങളെ വേണം. നിങ്ങളെ വിലയേറിയവരായി അവൻ കാണുന്നു. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, അവനെ അന്വേഷിച്ച് അവനെ കണ്ടെത്തുന്നത് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അന്വേഷിക്കുക മാത്രമല്ല, അവരെ കണ്ടെത്തുന്നവനാണ് എൻ്റെ കർത്താവ്. നമ്മുടെ ദാവീദിന്റെ കാര്യം ചിന്തിച്ചപ്പോൾ നമുക്ക് ഇപ്രകാരം മനസ്സിലായി. 89 സങ്കീർത്തനം അതിന്റെ 20 വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു, ദാവീദിനെ ദൈവം ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുന്ന ആ ജോലി സ്ഥലത്ത് വെച്ച് തന്നെ അവനെ കണ്ടെത്തി. തള്ളയാടുകളെ നോക്കുന്ന സ്ഥലത്ത് വെച്ച് അവനെ കണ്ടെത്തി എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആ കണ്ടെത്തിയ ആമേൻ, ആ അനുഭവത്തിൽ ആ ദൈവം കണ്ടെത്തിയത് ഒരു നല്ല മുത്തിനെ ആയിരുന്നു എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസിന്റെ കാര്യം ശ്രദ്ധിക്കുമ്പോൾ, പൗലോസിനെ ദൈവം അടയാളമിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് പ്രാർത്ഥനയ്ക്ക് കുറ്റം പറയുന്ന വ്യക്തികൾ, പ്രാർത്ഥിക്കുന്നവരെ കുറ്റം പറയുന്ന വ്യക്തികളെ ദൈവം അടയാളമിടും. അടയാളമിട്ടാൽ അവരെ കൊണ്ട് തന്നെ ഈ വചനം പ്രസംഗിക്കും. അന്യഭാഷയ്ക്ക് ആമേൻ കുറ്റം പറയുന്ന ആളുകൾ, അന്യഭാഷ പറഞ്ഞ് കളിയാക്കുന്ന ആളുകൾ, അവരെ കൊണ്ട് തന്നെ അന്യഭാഷ പറയിപ്പിക്കുന്ന മാർഗമാണ് ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ശൗൽ ക്രിസ്തുവിന് വിരോധമായി മുമ്പോട്ട് പോകുമ്പോൾ അവനെ ദൈവം എന്ത് ചെയ്തു? അടയാളമിടുകയായിരുന്നു. അടയാളമിട്ട് ദൈവം അവനെ കണ്ടെത്തുവാൻ ഇടയായിത്തീരുന്നു. ദൈവം ഓരോരുത്തരെയും ആമേൻ ഇപ്രകാരം കണ്ടെത്തുന്നത് നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു. മാത്രമല്ല, നമ്മൾ നേരത്തെ ചിന്തിക്കുകയുണ്ടായി, അവൻ മുഴുവനായി വിറ്റെങ്കിൽ മാത്രമേ അവന് ഇത് വാങ്ങുവാനായിട്ട് കഴിയത്തുള്ളായിരുന്നു. ഈ വിലയേറിയ മുത്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ തനിക്കുള്ളതെല്ലാം വിറ്റതായിട്ട് വായിക്കാൻ കഴിയുന്നു. നമ്മൾ നേരത്തെ നിധി കണ്ട മനുഷ്യൻ തനിക്കുള്ളതെല്ലാം പോയി വിൽക്കുന്നത് കാണുവാൻ കഴിയുന്നു.
നമുക്കിവിടെ ശ്രദ്ധേയമായ കാര്യമാണ്, അവൻ തൻ്റെ വീട്ടിൽ പോയിട്ട് തൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഉപകരണങ്ങൾ, അവൻ്റെ വീട്ടിൽ കിടന്ന സോഫ സെറ്റ് വിൽക്കുന്നു, ഫ്രിഡ്ജ് വിൽക്കുന്നു, വാഷിംഗ് മെഷീൻ വിൽക്കുന്നു, അവൻ്റെ വീട് വിൽക്കുന്നു, അവൻ്റെ പറമ്പ് വിൽക്കുന്നു, അവനുള്ള സ്ഥലങ്ങളെല്ലാം വിൽക്കുന്നു, അവനുള്ള വെഹിക്കിൾസ് ഒക്കെ വിൽക്കുന്നു, അവനുള്ള എല്ലാം വിറ്റ് 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 പോകുമ്പോൾ ആളുകൾ വന്ന് അവനോട് ചോദിക്കുക, നീ എന്തിനാണ് ഇതൊക്കെ വിൽക്കുന്നത്? അവൻ പറയുകയാണ്, ഞാൻ ഇന്ന ഒരു വയൽ കണ്ടിട്ടുണ്ട്, ആ വയൽ എനിക്ക് വാങ്ങണം. ആളുകൾക്കെല്ലാം തോന്നിപ്പോയി കാണും, ഈ മനുഷ്യന് ഇതുവരെയും കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല മനോഹരമായ വലിയ വീടും ആ ബംഗ്ലാവും അവൻ്റെ ഉണ്ടായിരുന്ന എല്ലാ വാഹനങ്ങളും വീട്ടുപകരണങ്ങളും എല്ലാം വിറ്റിട്ട് ഒരു പാഴ്നിലം വാങ്ങുന്നു. ലോകമാകുന്ന ഈ നിലത്തിനകത്ത് ഒരു വലിയ നിധിയുണ്ടെന്ന് ദൈവം കണ്ടതുകൊണ്ട് ദൈവത്തിന്റെ പുത്രൻ അവൻ മുഴുവൻ വിൽക്കുവാനിടയായി തീർന്നു. നമ്മൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്തെല്ലാം വിറ്റു എന്ന് കാണുവാനായിട്ട് കഴിയും. അവന് 7 സ്റ്റെപ്പുകൾ താഴോട്ട് ഇറങ്ങി വരുന്നത് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ മുഴുവൻ വിൽക്കുകയായിരുന്നു. നമുക്കറിയാം, പ്രിവിലേജസ് ഓഫ് ഹിസ് ഗ്ലോറി എന്ന് കാണുവാനായിട്ട് കഴിയും. അവന്റെ മഹത്വം, ദൈവത്തോടുള്ള ഏറ്റവും വലിയ മഹത്വത്തിൽ അവനെ ജീവിക്കാമായിരുന്നു. അത് അവൻ വിട്ടുകളയുകയാണ്. അത് മാത്രമല്ല, അവന് ആ സമത്വം വിട്ടുകളയുകയാണ്. അത് മാത്രമല്ല, ദാസ രൂപമെടുക്കുകയാണ്, മനുഷ്യ സാദൃശ്യത്തിലാകുകയാണ്, മനുഷ്യ വേഷം എടുക്കുകയാണ്, തന്നെത്താൻ താഴ്ത്തുകയാണ്, ക്രൂശിലെ മരണത്തോളം അവന് അനുസരണമുള്ളവനായി മാറുകയാണ്. ഇപ്രകാരം 7 പടികൾ ദൈവത്തിന്റെ സ്വരൂപത്തിൽ ദൈവത്തിന്റെ കൂടെ ഇരുന്നവനായ കർത്താവ് താഴുന്നത് കാണുവാനായിട്ട് കഴിയും. നമ്മൾ എല്ലാം വിറ്റ് അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം എല്ലാം നഷ്ടപ്പെടുത്തി ഈ ലോകമാകുന്ന ഈ വയലിൽ ഒളിഞ്ഞിരിക്കുന്ന ആ നല്ല നിധി കണ്ടെത്തുവാനായിട്ട് അവൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങളെ ദൈവത്തിന് ഏറ്റവും വിലയേറിയവരായി ലോകത്തിൽ കണ്ടിരിക്കുന്നത് കൊണ്ട് അവൻ പലതും വിറ്റ് പലതും ത്യജിച്ച് നിങ്ങളെ വാങ്ങുവാൻ അവന് ആഗ്രഹമുണ്ട്. നാം ദൈവത്തിന്റെ വചനത്തിൽ അനേക ഉദാഹരണങ്ങൾ അതിനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവം അങ്ങനെ നമ്മളെ കണ്ടെത്തുവാൻ ഇടയായിത്തീരും. ദൈവം എത്രയോ വിലമതിക്കുന്നു, നമ്മളെ ഓരോരുത്തരെയും ദൈവം വിലമതിക്കുന്നുണ്ട്. നമ്മളെ അനേക വിശ്വാസ വീരന്മാരുടെ കാര്യമെടുക്കുമ്പോൾ കേവലം ഒരു പുതിയ നിയമം സ്കൂളിൽ കൊടുത്തത് വീട്ടിൽ കൊണ്ടുവന്ന് താൻ അത് വായിച്ചു നോക്കുവാൻ സാധു സുന്ദർ സിംഗിന് മനസ്സിലായിരുന്നു. ആ കിട്ടിയ ബൈബിൾ വീട്ടിൽ കൊണ്ടുവന്ന് അദ്ദേഹം പിച്ച് കീറി, അദ്ദേഹം കാലുകൊണ്ട് ചവിട്ടി മെതിച്ച് അത് ചുട്ടരിച്ച് കളയാനിടയായി തീർന്നു. എന്നാൽ കുറെ ദിവസങ്ങൾ, കുറെ നാളുകൾക്ക് ശേഷം എന്താ സംഭവിച്ചത് നമുക്കറിയാം. ആ കീറിക്കളഞ്ഞ ബൈബിളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി. അന്ന് രാത്രി സ്വസ്ഥതയില്ലാതെ കിടന്നുറങ്ങിയവനായവനോട് ദൈവം തന്നെ പ്രത്യക്ഷമായി. യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ പ്രത്യക്ഷത തനിക്ക് ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തെ ദൈവം എത്രമാത്രം കരുതുകയും സ്നേഹിക്കുകയും ചെയ്തു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. എന്നെ വളരെ ചിന്തിപ്പിച്ചുള്ള ഒരു കാര്യം, പാട്യാല എന്ന ഗ്രാമത്തിൽ നിന്ന് അദ്ദേഹം ഒരു പ്രത്യേക സ്ഥലത്തേക്ക്, ക്രിസ്ത്യാനികൾ കൂടുതലുള്ള സ്ഥലത്തേക്ക്, വീട്ടുകാരുടെ ഉപദ്രവമെല്ലാം കാരണം വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് പോകാം എന്ന് ആഗ്രഹിച്ച് അദ്ദേഹം പോവുകയായിരുന്നു. അവിടെ ആ സ്ഥലത്ത് ഒരു ഡോക്ടർ ക്രിസ്ത്യാനിയായിട്ടുണ്ടായിരുന്നു. ട്രെയിൻ ഇറങ്ങുന്ന ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ, റാംപൂർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് താന് അവിടെ ഒരു വീട്ടിൽ പോയി താമസിക്കാം എന്ന് വിചാരിച്ചാണ് താൻ പോയത്. എന്നാൽ വീട്ടിൽ നിന്ന് താൻ പോകുമ്പോൾ അവസാനമായി വീട്ടുകാർ കൊടുത്ത അതിനകത്ത് മാരകമായ വിഷമുണ്ടായിരുന്നു. അദ്ദേഹം ട്രെയിൻ യാത്ര അവസാനിപ്പിച്ച് ആ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ, ആ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം ഛർദ്ദിക്കുവാനായിട്ട് തുടങ്ങി. ആ ഡോക്ടർ അദ്ദേഹത്തെ പരിശോധിച്ചപ്പോൾ മനസ്സിലായി, ആശുപത്രിയിൽ കൊണ്ടുപോയി. അന്ന് രാത്രി മുഴുവൻ അദ്ദേഹം വളരെയധികം ഛർദ്ദിച്ചു. എന്നാൽ അദ്ദേഹത്തിന് മനസ്സിലായി,
ഇത് വീട്ടുകാർ വിഷം കൊടുത്തു വിട്ടതാണ് എന്ന ഡോക്ടർക്ക് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏറ്റവും വിലയുള്ളവനായ ആ മനുഷ്യനെ ദൈവത്തിന് വേണ്ടമായിരുന്നത് കൊണ്ട് പിശാച് എത്ര തകർക്കാനായി പരിശ്രമിക്കുമ്പോഴും ദൈവത്തിന് വചനം പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ നാളുകളിൽ ദൈവം നമ്മളെ വിലയ്ക്ക് ഏറ്റവും വിലയുള്ളവരായി കാണുകയും വിലയ്ക്ക് വാങ്ങുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, നമ്മളെ അവൻ വിലയ്ക്ക് വാങ്ങിയതായിട്ട് ദൈവത്തിന് വചനം പറയുന്നു. വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. യെശയ്യാപ്രവചനം 52-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം നമ്മളെ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു. വിലയേറിയ സ്നേഹം കൊടുത്ത് വാങ്ങിയിരിക്കുന്നു. വിലയേറിയ രക്തം കൊടുത്ത് വാങ്ങിയിരിക്കുന്നു. നമ്മളെ വിലയ്ക്ക് വാങ്ങിയ നാഥൻ ഉള്ളവരാണ് നാം എന്ന് 2 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കാണാനായിട്ട് കഴിയുന്നു. അത് മാത്രമല്ല, നമ്മളെ ഏറ്റവും അവസാനമായി ഇതിനോടനുബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, 7-ാമത്തെ ഉപമയായി അവിടെ പറഞ്ഞിരിക്കുന്നത് കടലിൽ ഇടുന്ന ഒരു വലയോട് സദൃശമാണ് ദൈവസഭ എന്നാണ്. ദൈവസഭ കടലിലിടുന്ന ഒരു വലയോട് സദൃശപ്പെടുത്തിയിരിക്കുന്നു. ഇതുവരെ കരയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ ഇതാ കടലിലെ കാര്യം പറയുകയാണ്. കടലിലെ ആ വലയ്ക്കകത്ത് ധാരാളം മീനുകൾ കയറുന്നു. അത് നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്. ദൈവരാജ്യത്തിന്റെ അഥവാ ക്രിസ്തീയ സഭയുടെ ഒരു ചിത്രമാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കാനിടയായിത്തീരുന്നത്. ഈ സഭയിൽ ഇതാ നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്. സുവിശേഷത്തിന്റെ വല ഇങ്ങനെ എറിയുമ്പോൾ അതിനകത്ത് പല നല്ലതും വന്ന് കയറിയിരിക്കുന്നു. അതിന്റെ അവസാനം എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. അതിന്റെ അവസാനം സംഭവിക്കുന്നത് വല വലിച്ചു കയറ്റുന്ന ഒരു ദിവസമുണ്ട്. നമുക്കറിയാം, വലയിട്ടാൽ ഉടനെ തന്നെ അവിടെ വലിച്ചു കയറ്റുകയില്ല. വലയിട്ടതിന് ശേഷം വലയ്ക്കകത്ത് ആ മീനെ ആക്കിയതിന് ശേഷം സാധാരണയായി ബോട്ടിലുള്ള ആളുകൾ ചെയ്യുന്നത് ആ കടലിനകത്തൂടെ കുറേ സമയം അതിനെ ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കും. ഇതുപോലെ ദൈവസഭയും ഈ വലയ്ക്കകത്ത് കുറെ ആളുകളെ നല്ലതും ചീത്തയുമായിട്ടുള്ള ധാരാളം ആളുകൾ കയറിയിരിക്കുന്നു. ദൈവസഭയിൽ ചീത്തയായിട്ടുള്ള ധാരാളം മീനുകൾ കയറിയിട്ടുണ്ട്. എന്നാൽ വലയടുക്കുന്ന ഒരു ദിവസത്തിൽ ആർക്കും രക്ഷപ്പെടാൻ കഴിയത്തില്ല. നമ്മളവിടെ വായിക്കുന്നുണ്ട്, നല്ലതിനെ പാത്രങ്ങളിൽ എടുത്തു വെച്ച് ചീത്തയായിട്ടുള്ളതിനെ എറിഞ്ഞു കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചീത്തയായിട്ടുള്ളതിനെ എറിഞ്ഞു കളയുന്ന നാളിൽ നമ്മൾ എവിടെയായിരിക്കും? നമുക്ക് ശാന്തമായിട്ട് നമുക്ക് പരിശോധിക്കാം. സുവിശേഷം കേട്ട് എല്ലാ കാലവും രക്ഷിക്കപ്പെടുന്ന ആളുകളുണ്ട്. നമ്മൾ ഏത് യുഗങ്ങളെ കുറിച്ച് ദൈവവചനത്തിൽ പഠിക്കാൻ കഴിയുന്നു. ആ യുഗങ്ങളിൽ ഓരോ യുഗങ്ങളിലും രക്ഷയുള്ളതായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. ഈ ദൈവസഭയുടെ ഈ കാലഘട്ടങ്ങളിലും രക്ഷിക്കപ്പെടുന്ന ആളുകളുണ്ട്. ഇനി മഹോപദ്രവകാലത്ത് രക്ഷിക്കപ്പെടുന്ന ആളുകളുണ്ട്. മഹോപദ്രവം കഴിഞ്ഞതിന് ശേഷം 1000 ആണ്ട് വാഴ്ച ഭൂമിയിൽ നടക്കുമ്പോൾ അന്ന് രക്ഷിക്കപ്പെടുന്ന ആളുകളുണ്ട്. അതിനുശേഷം ആ ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയിൽ എല്ലാവരും കർത്താവിന്റെ നിന്ന് നന്മകൾ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന, സൗജന്യമായി അവനിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് പോലും ഇതാ അവൻ തങ്ങൾക്ക് രാജാവായിരിക്കുന്നത് വിഹിതമല്ല എന്ന് പറയുന്ന ആളുകൾ കാണും. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 11 വാക്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയുന്നു. അവിടെ ദൈവരാജ്യം എന്ന് പറഞ്ഞുകൊണ്ട്, അഥവാ അവൻ ഒരുവൻ പരദേശത്തേക്ക് പോകുമ്പോൾ അവൻ പോകുന്നത് രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരാനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു എന്ന ആ നല്ല പ്രമാണിയായവൻ, നല്ല രാജാവായവൻ പോയിരിക്കുന്നു. അവൻ ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയിൽ അവൻ മടങ്ങി വന്ന് രാജ്യഭാരമേറ്റ് അവൻ ഭരിക്കാൻ തുടങ്ങുമ്പോൾ ക്രിസ്തു ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് നല്ലല്ല എന്ന് പറയുന്ന ധാരാളം ആളുകൾ കാണും. അപ്പോൾ അന്ന് കയറ്റുന്ന ആ വലയ്ക്കകത്തും ധാരാളം ചീത്ത മീനുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ദൈവസഭയിലുള്ള ആളുകളെ നമ്മൾ നോക്കുമ്പോൾ കുറെ നല്ല ആളുകൾ മാത്രമാണ്
എന്ന് നമ്മൾ ചിന്തിക്കരുത്. അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയെങ്കിലും ചില ചീത്തയായിട്ടുള്ളത് കയറിയെന്ന് വരാം. അത് ഉള്ളത് കൊണ്ട് ദൈവസഭ ഒരിക്കലും തകർന്നു പോകുന്നില്ല. അവർക്ക് നാശത്തിനായിട്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അവരുടെ ദൈവം വയറ് ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ഇന്ന് എൻ്റെ ഈ ശബ്ദപരിധിക്കുള്ളിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാ നിങ്ങളോട് ചോദിക്കുന്നു, വലയ്ക്കകത്ത് കയറിയ നിങ്ങൾ നല്ലതോ പാത്രത്തിൽ എടുത്തു വയ്ക്കത്തക്കവണ്ണമുള്ള നല്ലതോ വലിച്ചെറിയപ്പെടുന്ന ചീത്തയായിട്ടുള്ളതോ എന്ന് ശോധന ചെയ്യാം. ദൈവം നിങ്ങളെ ഈ ദിവസങ്ങളിൽ യഥാർത്ഥ ദൈവസഭയിലേക്ക് നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ വാഴുമാറാകട്ടെ.